അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ആൺസുഹൃത്തിനെ കാണാൻ വീട് വിട്ടിറങ്ങിയ മഞ്ചേരിയിലെ 15-കാരിയെ തിരൂരിൽ കണ്ടെത്തി. ആലപ്പുഴയിലെ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ കാണാൻ മഞ്ചേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി വീട് വിട്ടിറങ്ങി. ആൺസുഹൃത്തിനെ കാണാൻ വീട് വിട്ടിറങ്ങിയ 15-കാരിയെ അതിവേഗം കണ്ടെത്തി പോലീസിന്റെ കൃത്യമായ ഇടപെടൽ. ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ആലപ്പുഴ സ്വദേശിയായ 19-കാരനെ കാണാനാണ് മഞ്ചേരി സ്വദേശിനിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി വീട് വിട്ടിറങ്ങിയത്. മഞ്ചേരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറുടെ അവസരോചിത ഇടപെടലിൽ കുട്ടിയെ മണിക്കൂറുകൾക്കകം കണ്ടെത്തി കുടുംബത്തെ ഏൽപ്പിച്ചു. മഞ്ചേരി SHO ഡോക്ടർ നന്ദഗോപന്റെ നിർദ്ദേശപ്രകാരം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി നിഷാദിന്റെ ഇടപെടലാണ് നിർണായകമായത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവം. വിദ്യാർത്ഥിനിയുടെ കയ്യിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ട മൊബൈൽ ഫോൺ സഹോദരൻ പിടിച്ചുവാങ്ങി വഴക്കു പറഞ്ഞിരുന്നു. ഇതോടെ താൻ പരാതി നൽകാൻ സ്റ്റേഷനിൽ പോവുകയാണെന്നറിയിച്ച് പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങി. പിന്നാലെ വീട്ടുകാരും മഞ്ചേരി സ്റ്റേഷനിലെത്തി. വിദ്യാർത്ഥിനി സ്റ്റേഷനിൽ എത്തിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചതോടെയാണ് കാണാതായ വിവരം അറിയുന്നത്. ഇൻസ്റ്റഗ്രാം വഴി ആലപ്പുഴ സ്വദേശിയുമായി പെൺകുട്ടി പരിചയമുള്ളതറിഞ്ഞ പോലീസ് ഇയാളുടെ നമ്പർ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന ഫോണിൽ നിന്ന് കണ്ടെത്തി യുവാവിനെ വിളിച്ചു. സിവിൽ പോലീസ് ഓഫീസർ നിഷാദ് വിഷയത്തിന്റെ ഗൗരവവും നിയമവശവുമെല്ലാം ബോധ്യപ്പെടുത്തിയതോടെ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ താൻ തിരൂരിലേക്ക് വരികയാണെന്നും ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണെന്നും തടസ്സം നിൽക്കരുതെന്നും യുവാവ് പറഞ്ഞു. ഇതിനിടെ വിദ്യാർത്ഥിനി ഒരു ഫോണിൽ നിന്ന് യുവാവിന്റെ നമ്പറിലേക്ക് വിളിച്ചതായി പോലീസ് കണ്ടെത്തി. ഈ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ കുറ്റിപ്പുറത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയുടേതാണെന്ന് മനസ്സിലായി. തിരൂർ ബസ് സ്റ്റാൻഡിൽ താൻ ബസ് കാത്തു നിന്നപ്പോൾ സഹോദരനെ വിളിക്കണമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി ഫോൺ വാങ്ങിയിരുന്നതായി അവർ പറഞ്ഞു. ഇതോടെ നിഷാദ് തിരൂർ SIയെ വിവരങ്ങൾ അറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥിനിയെ കണ്ടെത്തി. മഞ്ചേരി പോലീസ് എത്തി ഏറ്റെടുത്ത് രക്ഷിതാക്കൾക്കൊപ്പം വിട്ടു. കൗൺസിലിംഗിനുള്ള സൗകര്യങ്ങളും പോലീസ് ചെയ്തു. തിരൂരിലെത്തിയ ആൺ സുഹൃത്ത് വിദ്യാർത്ഥിനിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ചതോടെ സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി മടക്കി അയച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ, സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ, ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക STEM മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം. വനിതകൾക്ക് 20% ഫീസ് ഇളവോടെ പ്രവേശനം നേടാം. റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. IHD ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ, തിരൂർ. 9847 300